കൊണ്ടുപോകാനാ ഒറ്റ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ഞായറാഴ്ചയായിട്ട് വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് എന്ന് കാണാം. എനിക്കും വലിയ പ്ലാനിങ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു ഞായറാഴ്ചത്തെ ദിവസം എന്നാണ് ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ഹലോ, അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ആ കടയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അമ്മേനെയും പപ്പേനെയും ഒക്കെ കൊണ്ടുപോകാനാ ഒറ്റ അരി അടിച്ച് വിട്ടുന്നുണ്ടല്ലോ. കറങ്ങി പോവും. കാര്യം പറയാം, അമ്മാവി അടിച്ചെന്ന് മാത്രം പറയരുത്. ഇത് തന്നെയാ നമ്മളെ ഹൈലൈറ്റ് ഫ്രണ്ടില് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞത്. വേറെ ഒരു തൊഴിലും ഇല്ല. രാവിലെ എന്താ ചോണ ഈ പറഞ്ഞ ഇട്. ഇതാണ്ട കൊച്ചിനെയൊക്കെ ഇട്. അയ്യാ, മക്കൾക്ക് പനി പനി ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചേട്ടൻ പേടിച്ചതേ ഉള്ളൂ. പല്ല് തേക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് എടുത്തോണ്ട് വരാൻ പറ പൈസ. ആദ്യം സ്പൂണ് കഴിച്ചില്ലേ? പുട്ടും പപ്പടവും മിച്ചറുമാണ് കേട്ടോ ഇന്ന് കഴിക്കാനായിട്ട് കാപ്പിക്കുണ്ടായിരുന്നത്. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ നമുക്ക് ഇത് തന്നെയാണ് രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിക്കാം. പൊന്നു എന്ത് ചെയ്യാനെന്ന് കാണിച്ചു തരാം. പൊന്നു മുട്ടായി കഴിക്കുകയാണ്. രാവിലെ തന്നെ അവൾ മുട്ടായി എടുത്തിട്ടുണ്ട്. പപ്പയും കൂടെ ഉണ്ട് കേട്ടോ കാപ്പി കുടിക്കാനായിട്ട് കൂട്ടിന്. ടിവിയും കണ്ട് പപ്പ ചായ കുടിക്കുക. ആ മുട്ടായി എനിക്ക് തന്നെ കിട്ടി ഗൈസ്. മറ്റേ ജെല്ലി മുട്ടായി കണക്കാണ് കേട്ടോ. ഉണ്ടാവും. അവൻ്റെ കവർ കൊണ്ട് കളയാൻ പോയി. ഇതിനനുസരണ കുട്ടി.
വേറെ പ്രത്യേകിച്ച് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് റീലെടുക്കാമെന്ന്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡാൻസ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസോ എന്തെങ്കിലും കൂടെ ഇട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ വീഡിയോസ് ഇന്ന് എടുത്ത് വെച്ചാൽ പിന്നെ ഇടാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മടിയും ഉണ്ട് കേട്ടോ, ഭയങ്കര മടിയാണ് ഒന്നാമത്തെ കാര്യം. ഈ തുണിയില്ലാതെ ഇരിക്കുന്നുണ്ടാണ് എടുക്കണത്, അതാകുമ്പോൾ ആൾക്കാർ കൂടുതൽ കാണും. നിന്റെ ഇതിന് പട്ടിയുടെ ഇതിടാ അല്ലേടാ. ശശി അവിടെ ചായ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം അവിടെ ശശി വിളിച്ചിട്ട് കാണോ വന്നോ? അങ്ങനെ കളിക്കാം. അപ്പോൾ നമ്മൾ ഞാൻ ഇപ്പോൾ കാണിച്ച ഈ റീലാണ് കേട്ടോ ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. നടക്കുമെന്ന് അറിയത്തില്ല, നോക്കാം. ഇപ്പോൾ ഉറങ്ങി എണീറ്റതേ ഉള്ളൂ കേട്ടോ. രാവിലെ കാപ്പി കുടിച്ചിട്ട് പിന്നെ കുറച്ച് റീൽസ് എടുത്തു, പിന്നെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. ചോറ് കഴിച്ചില്ല, കാരണം നമ്മൾ കാപ്പി കുടിച്ചത് 11 മണിക്കാണ്. അതുകൊണ്ട് നമ്മൾ ചോറ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ തന്നെ എന്താണ്, നമ്മൾ 3:30 കുറച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാം. ഓക്കെ, വൈകിട്ട് ചായയും പുട്ടും പഴവുമാണ് കേട്ടോ കഴിക്കുന്നത്. രാവിലത്തെ പുട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിക്കാം എന്ന്. അച്ഛൻ ആശുപത്രി വരാൻ വേണ്ടി വേണ്ട, ഞാൻ ഡോക്ടറോട് വിവരം പറഞ്ഞു. ഈ ഫുഡ് കഴിക്കുമ്പം ടി വി കണ്ടില്ലെങ്കിൽ ഒരു സുഖം. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ടി വി കേട്ടോ. എപ്പോഴും തിന്നൊന്നുമല്ല, കഴിക്കുമ്പോൾ എപ്പോഴും ടി വി. അതില്ല എൻ്റെ ഒരു നാക്ക്. ഒന്നേനെ ABCD നമുക്ക് എഴുതാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. ABCD EFG. ഉണ്ടായി നീ ഇവിടെ നോക്കാൻ കളിച്ചോ, നിന്റെ കളിക്കണൊക്കെ ഞാൻ എടുത്തില്ല. ഇതാക്കണ്ടോ, ഇഷ്ടം പോലെ പാവുകളുണ്ട് കേട്ടോ പൊന്നിന്. പക്ഷേ ഇത് വയ്ക്കാനായിട്ട് ഞാൻ റൂമിൽ ഇടമില്ല, അതുകൊണ്ട് കട്ടിലിൽ തന്നെയാണ് ഇങ്ങനെ വലിച്ചു വാരിട്ടത്. പിന്നെ കട്ടിൽ ബെഡ്ഷീറ്റ് വിരിക്കാറില്ല കേട്ടോ, കാരണം ഇവിടെ എപ്പോഴാണ് ചീച്ചി എന്നുള്ളതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ബെഡ്ഷീറ്റ് കഴിവതും ഒഴിവാക്കുകയാണ്, ഈ കഴിവൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് പൊന്നെ പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. മനസ്സിലായി അവർക്ക് മനസ്സിലായി. ഈ പഠിക്കണങ്ങളൊക്കെ നീ പഠിക്കുകയാണ്, നീ പഠിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ മക്കൾ ABCD പഠിക്കോളൂ. കണ്ടൂടാ അവർക്ക്, നീ ഇവിടെ ഇരുന്ന് പാട്. ഇങ്ങോട്ട് നീങ്ങി. ഓക്കെ, ഇങ്ങോട്ട് നീങ്ങി എന്നാലേ കാണാൻ പറ്റും. ഒന്നും കൂടെ. ഓക്കെ, പഠി. QRSTUVW
W X Y Z. മക്കൾ ഇതിൽ എഴുതി കാണിച്ചോളൂ ഇനി. ഞാൻ പൊന്നിന്റെ എഴുത്തല്ലേ കേട്ടോ. ഇങ്ങനെയാണോ എഴുതണ? ഇങ്ങനെയാണോ എഴുതണ? ഇങ്ങനെയാണോ എഴുതണ? ഇങ്ങനെ എഴുതുന്ന ഞാൻ നിന്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കാന്ന് പറഞ്ഞു. നിന്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കട്ടെ അമ്മ. അമ്മ ഇങ്ങനെ ഇവിടെ മടിയിൽ വാ. ഇതാണ് പൊന്നു എഴുതിയത്. സൂപ്പർ എഴുത്തലാണ്. ഇതുപോലെ ആരും പഠിക്കരുത്. പൊന്നിന് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവളെ എഴുതിപ്പിച്ചു നഴ്സറിയിൽ ഇട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ ഇരുന്നാൽ നിന്നെ കാണാൻ പറ്റില്ല. അവിടെ ഇരുന്നാൽ നിന്നെ കാണാൻ പറ്റില്ല വീഡിയോയിൽ. അവള് സ്വന്തമായിട്ട് പഠിച്ചോളാന്ന് പറയുന്നത് കേട്ടോ. തുണി ഒതുക്കിയത് ശരി അണയ്ക്ക്. ഓ, അവളെ എഴുതിയത് കാണിച്ചു തരുവാണ് ഗൈസ്. കണ്ടാ കണ്ടാ എന്റെ കൊച്ചു പഠിച്ചാ? യെസ്. ഓക്കെ, എന്താണ് വെള്ളം? 1 2 3 പറ. 3 4 5 6 1 മണ്ടയിലോട്ട് 1 2 3 4 5 6 7 8 9 ഇങ്ങോട്ട് 9 10. ഹലോ, അപ്പം നമ്മൾ ഇന്ന് പുറത്തേക്കൊന്ന് പോവാണ് കേട്ടോ. ഈ ഈവനിങ് വെറുതെ ഒരു ഔട്ടിങ് അല്ല കേട്ടോ. നമ്മുടെ അതായത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഒരുങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ. പൊന്നുവിനെ നമ്മൾ ദേഹം കഴുകി എടുത്ത് അവളെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അവളെ ഒന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യുക, പിന്നെ അവൾക്ക് പൗഡർ ഇടുക, പൊട്ടിടുക, അങ്ങനെ. പിന്നെ എനിക്കൊന്ന് ജസ്റ്റ് ഡ്രസ്സ് മാറി ഞാനും റെഡി ആയിട്ട് വരാം. ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫുള്ള് കാണിച്ചു തരാമേ. വാച്ചും വളയും കൂടെ തക്കി എടുത്തിട്ടോട്ടെ എന്ന് ഇവിടെയാണ്.
ഓ ആ മക്കളെ കാണിച്ചെടുക്കാം. മക്കളെ അയ്യോ പൊന്നു കാണാൻ വേണ്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി അത് ഭയങ്കരമായിട്ട് നിൽക്കുക കേട്ടോ. റെഡിയായി. ആ അതെ ഒരുങ്ങിയതല്ലേ അവള്. ഓ അവളെ ഫസ്റ്റ് ഉറങ്ങിയാണ്. ആ ഓ നീയാണോ? അവളാണോ ഫസ്റ്റ് ഉറങ്ങി? അങ്ങനെ ദേ എന്റെ പൊന്നു ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ് അവിടെ ഫുള്ള് നിന്നെടുത്തത്. അതെങ്ങനെ നമ്മളെ ഔട്ട്ഫിറ്റ് ഇതാണ് ഗൈസ്. നമ്മള് അപ്പോ ഇറങ്ങല്ലേ? അപ്പൊ വെള്ളം എടുക്കണ്ടേ? വെള്ളം എടുത്തില്ല, തുണി എടുത്തില്ല, ഒന്നും എടുത്തില്ല. എടുത്തിട്ട് വരാം. ഓക്കെ എവിടെ പൊന്നു എവിടെ? ടാറ്റ എടുത്തോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ദേ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ബാ ചന്ദ്രൻ. അങ്ങനെ നമ്മൾ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ലിന്ദു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാം. അവിടെ ചെന്ന് കാണിച്ചത് രണ്ട് ചെരുപ്പ് കൊടുക്കാം. അത് ഇവിടെ അല്ലെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ചെരുപ്പില്ല.